നമസ്കാരം. മുൻപെങ്കുമില്ലാത്ത രീതിയിലുള്ള സൗഹൃദമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം പാകിസ്ഥാനും അമേരിക്കയുമായിട്ടുള്ളത്. പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസീം മുനീർ അടിക്കടി വൈറ്റ് ഹൌസിൽ ട്രംപിനെ കാണുന്നു. ട്രംപ് ആണെങ്കിൽ വിരുന്നൊരുക്കി അസീം മുനീറിനെ സൽക്കരിക്കുന്നു. മുനീർ അപൂർവ ധാതുക്കൾ അടങ്ങിയ പെട്ടി ട്രംപിന് നൽകുന്നു. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സുപ്രധാന തീരുമാനങ്ങളൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യമായി ചർച്ചയും ചെയ്യുന്നുണ്ട്. ദക്ഷിണേഷ്യൻ പ്രതിരോധ മേഖലയിൽ വലിയൊരു തരംഗം ഉണ്ടാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ F-16 പോർ വിമാനങ്ങൾ നവീകരിക്കുന്നതിനായി $686 മില്യൺ വൻകിട കരാറിന് US ഭരണകൂടം അംഗീകാരം നൽകി കഴിഞ്ഞു. പാക് വ്യോമസേനയുടെ പക്കലുള്ള F-16 വിമാനങ്ങൾ 2040 വരെ പ്രവർത്തനക്ഷമമായി നിലനിർത്താനും കൗണ്ടർ ടെററിസം ദൗത്യങ്ങളിൽ US സേനയുമായി സഹകരണം ഉറപ്പാക്കാനുമാണ് ഈ നടപടി എന്നാണ് പറയുന്നത്. സുരക്ഷിതമായ ലിങ്ക് 16 നെറ്റ്വർക്കുകൾ, അത്യാധുനിക ഏവിയോണിക്സ്, മറ്റു സാങ്കേതിക സഹായങ്ങൾ എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ നീക്കം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കില്ലെന്ന് US അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തമാണെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും പാകിസ്ഥാനെ കൈവിടാതെ മുറുകെ പിടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടെല്ലായ അമേരിക്കൻ നിർമ്മിത F-16 പോർ വിമാനങ്ങളുടെ നവീകരണത്തിനും സാങ്കേതിക സഹായവുമായി US മുന്നോട്ട് പോകുന്നത് ശരിക്കും ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യക്ക് $93 ദശലക്ഷം അല്ലെങ്കിൽ 785 കോടി രൂപയുടെ ആയുധ ഇടപാടിന് അനുമതി നൽകി ആഴ്ചകൾക്കുള്ളിലാണ് പാകിസ്ഥാന് ഇത്രയും വലിയ സഹായം അമേരിക്ക നൽകുന്നത് എന്നുള്ളത് എടുത്തു പറയണം. ട്രംപ് ഭരണകൂടത്തിന് പാകിസ്ഥാനോടുള്ള മമത കുറയുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ നീക്കം. പുതിയ പാക്കേജിൽ F-16 വിമാനങ്ങൾക്ക് ആവശ്യമായ ലിങ്ക് 16 സിസ്റ്റങ്ങൾ, എൻക്രിപ്ഷൻ ഉപകരണങ്ങൾ, ഏവിയോണിക്സ് അപ്ഗ്രേഡുകൾ, പൈലറ്റുമാർക്കുള്ള പരിശീലനം, പൂർണ്ണമായ ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവയും വരുന്നുണ്ട്. ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ പാകിസ്ഥാനെ സഹായിക്കാനും അമേരിക്കൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനുമാണ് ഈ സഹായം എന്നുള്ള അമേരിക്കയുടെ ന്യായീകരണം ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഭാവിയിലെ സൈനിക നീക്കങ്ങൾക്കും ഈ നവീകരണം അത്യാവശ്യമാണെന്ന് അമേരിക്ക ആവർത്തിക്കുന്നുണ്ട്. ഈ നവീകരണം പൂർത്തിയാകുന്നതോടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ കൈവശമുള്ള F-16 വിമാനങ്ങളുടെ കാലാവധി 2040 വരെ നീളും. മാത്രമല്ല US എയർഫോഴ്സുമായുള്ള സംയുക്ത അഭ്യാസ പ്രകടനങ്ങളിലും യുദ്ധമുഖത്തും തടസ്സമില്ലാത്ത ആശയവിനിമയം സാധ്യമാക്കാനും ഇത് സഹായിക്കും. ഇന്ത്യക്ക് അമേരിക്ക നൽകിയ സഹായത്തിൽ ജാവലിൻ മിസൈൽ സിസ്റ്റവും M982A1 എക്സ്കാലിബർ ടാക്ടിക്കൽ റൗണ്ടുകളുമാണ് ഉൾപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ 7 ഇരട്ടിയോളം തുകയുടെ സഹായമാണ് ഇപ്പോൾ പാകിസ്ഥാന് അമേരിക്ക നൽകുന്നത്. പാകിസ്ഥാന്റെ F-16 ഫ്ലീറ്റ് ശക്തിപ്പെടുന്നത് ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകാലത്ത് പാകിസ്ഥാനോട് കാണിക്കുന്ന അമിതമായ സൗഹൃദവും F-16 പോർ വിമാനങ്ങൾ നവീകരിക്കാൻ അനുവദിച്ച ഈ വലിയ തുകയും ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ USന്റെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നു കാട്ടുന്നത്. ഭീകരവിരുദ്ധമായ പോരാട്ടമാണ് ന്യായീകരണമെങ്കിലും സൈനിക മേധാവിയായ അസീം മുനീറുമായുള്ള ട്രംപിന്റെ അടുത്ത ബന്ധങ്ങളും അപൂർവ ധാതുക്കൾ അടങ്ങിയ സമ്മാനപ്പെട്ടികളും വെറും നയതന്ത്രത്തിനപ്പുറം വ്യക്തിപരമായ താല്പര്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നവയാണ്. ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തമാണെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇന്ത്യക്ക് അനുവദിച്ച തുകയുടെ എത്രയോ ഇരട്ടിയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ വിശ്വസ്ത സഖ്യകക്ഷികളെ സംശയത്തോടുകൂടി വീക്ഷിക്കുകയും തന്ത്രപരമായ സൗഹൃദങ്ങളെ വിലപേശൽ വസ്തുക്കളാക്കി മാറ്റുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഈ നയം ആഗോളതലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. നോക്കൂ, പാകിസ്ഥാൻ എന്ന രാജ്യം സദാ ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുകയും ആഗോളതലത്തിൽ തന്നെ സ്പോൺസർ ചെയ്യുകയുമാണ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ ശ്രമം ലോകത്തിന് തന്നെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, പാകിസ്ഥാനുമായി തോളിൽ കൈയിട്ടുള്ള അമേരിക്കയുടെ ഈ പോക്ക് അത്ര നല്ലതിനല്ല.